മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവില് നമ്മുടെ ആര്യന്റെ സീക്രട്ട് ടാസ്ക് പൊളിഞ്ഞിരിക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, ആര്യന് അടുത്ത സീക്രട്ട് ടാസ്ക് കിട്ടിയിരിക്കുകയാണ്. ഈ തവണ രണ്ടുപേരെയാണ് ഗ്രൂപ്പിലേക്ക് കൂട്ടിച്ചേർക്കേണ്ടത്. ആര്യൻ ഈ തവണ ബിന്നിയെയും ഷാനവാസിനെയുമാണ് സെലക്ട് ചെയ്തത്. പക്ഷേ ഷാനവാസ് ചതിച്ചു. ഷാനവാസ് ഇക്കാര്യം ആദിലയോടും നൂറയോടും പോയി പറഞ്ഞിരിക്കുകയാണ്. അക്ബർ ആയിരുന്നു ഷാനവാസിനെ ചേർക്കാമെന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തത്. ഇല്ലെങ്കിൽ ബിന്നിയെയും നെവീനെയും കൂട്ടാൻ വേണ്ടി തന്നെയാണ് ആര്യൻ ഇരുന്നത്. ബിന്നിയെ ആദ്യം തന്നെ കൺവിൻസ് ചെയ്തു വിശ്വസിപ്പിച്ചു. ഷാനവാസിനോട് ഈ ടാസ്കിനെ കുറിച്ചും മുമ്പ് കഴിച്ച ഫുഡ് ഐറ്റംസിനെ കുറിച്ചൊക്കെ സംസാരിച്ചത് അക്ബർ ആയിരുന്നു. ഇതെല്ലാം കേട്ടിരുന്നിട്ട് ഷാനവാസ് പറയുന്നത് എനിക്ക് ഈ സീക്രട്ട് ടാസ്കിനെ കുറിച്ച് അറിയില്ല, ഞാനിത് വിശ്വസിക്കില്ല, എന്നെ തെളിവ് കാണിക്കുന്നൊക്കെ പറയുന്നു. ലാസ്റ്റ് ആര്യൻ പോയി കഴിച്ച എല്ലിൻ കഷ്ണം, കുടിച്ച സ്പ്രൈറ്റിന്റെ കുപ്പി വരെ കാണിക്കുന്നു. അപ്പം അയാൾക്ക് ഏകദേശം വിശ്വാസമൊക്കെ ആയി. കാരണം ബിഗ് ബോസ് ഹൗസിൽ പിന്നെ പുറത്തുനിന്ന് എന്തായാലും ഫുഡ് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. എന്നിട്ടും അയാളുടെ പട്ടി ഷോയൊക്കെ ഇറക്കുന്നുണ്ട്. ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ നടക്കുന്നു. അതിനിടയിൽ ആര്യൻ്റെ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് അത് എടുക്കാൻ നോക്കുമ്പോഴേക്കും ഷാനവാസ് കാണുന്നു. അതെന്താണ് അതെന്നെ കാണിക്ക്, ഇല്ലെങ്കിൽ ഞാൻ എല്ലാവരോടും എല്ലാം പോയി പറയും എന്നൊക്കെ പറയുന്നു. ഒരു മൊരട്ട് സ്വഭാവമായിരുന്നു കേട്ടോ ഷാനവാസ് ഇന്ന് ലൈവിൽ കാണിച്ചത്. ഈ ടാസ്ക് പൂർത്തിയാക്കണമെന്ന് ആര്യനുള്ളത് കൊണ്ട് മാത്രമാണ് ഷാനവാസിന്റെ മുമ്പിൽ കെഞ്ചി നിന്നത്. എന്നിട്ടും ഇത്രയൊക്കെ പറഞ്ഞിട്ടും അയാൾ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് ബെഡ്റൂമിൽ നിന്നും ഇറങ്ങി ഇങ്ങോട്ട് പോരുകയാണ്. എന്നിട്ട് അയാൾ നൈസായിട്ട് വന്ന് ആദിലയോടും നൂറയോടും ഈ കാര്യം പറയുകയാണ്. ആദിലയാണല്ലോ നമ്മുടെ ഹൗസ് ക്യാപ്റ്റൻ, അതുകൊണ്ട് ആദിലയോട് പറയുന്നു ഇടയ്ക്ക് സ്റ്റോർ റൂം ഒന്ന് ചെക്ക് ചെയ്യണം, സൗണ്ട് ഒന്നും കേൾക്കില്ല, സ്റ്റോർ റൂമിലൂടെയാണ് അവർക്ക് ഫുഡ് കിട്ടുന്നത് എന്നൊക്കെ. ആ പ്ലാന് എന്തായാലും ബിഗ് ബോസ് പൊളിച്ചടുക്കിയിട്ടുണ്ട്. ആര്യന് ഇപ്പോൾ രണ്ടാമത്തെ അനൗൺസ്മെന്റ് വന്നിരിക്കുകയാണ്. ഷാനവാസിനെ വിശ്വാസമുണ്ടോ എന്ന് ആര്യനോട് ബിഗ് ബോസ് ചോദിക്കുന്നു. ഇല്ല എന്ന് ആര്യൻ പറയുന്നു. എങ്കിൽ 5 പേരെ വെച്ച് ഈ ടാസ്ക് പൂർത്തിയാക്കാം, നമുക്ക് ചേഞ്ച് പ്ലാൻ ചെയ്യാം, സ്റ്റോർ റൂം അല്ല ആക്ടിവിറ്റി ഏരിയ ആണെന്ന് പറയുന്നു. അങ്ങനെ എന്തായാലും ആദിലയും നൂറയും ഷാനവാസും സ്റ്റോർ റൂം നോക്കിയായിരിക്കുമല്ലോ ഇരിക്കുന്നത്. ബിഗ് ബോസ് അവർക്കും എന്തായാലും ഒരു പണി കൊടുത്തു. അവിടെ അവർ നോക്കിയിരിക്കട്ടെ എന്ന് കരുതി ഇവർക്ക് ആക്ടിവിറ്റി ഏരിയയിലാണ് ഫുഡ് വരുന്നത്. എന്തായാലും ലക്ഷ്മി പറയുന്നത് പോലെ ഷാനവാസ് വെറും ഷോനവാസ് ആണെന്ന് ഇന്നത്തെ ലൈവ് കണ്ടപ്പോൾ തോന്നിപ്പോയിട്ടോ. ടാസ്കിനെ ടാസ്ക് ആയിട്ട് എടുക്കാനുള്ള മനസ്സൊന്നും അയാൾക്കില്ല. പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചാണ് കളിക്കുന്നത്. ആരിൻ്റെ ആ ടാസ്ക് കുളം തോണ്ടാൻ വേണ്ടി തന്നെയാണ് അയാൾ ആദിലയോടും നൂറയോടും ഈ കാര്യം പോയി പറഞ്ഞത്. ആര്യൻ്റെ ടാസ്ക് കുളമാക്കാൻ വേണ്ടി തന്നെ ഷാനവാസ് തന്നെയാണ് അനുമോളെയും ആ ബാത്റൂമിൽ ഒളിച്ചിരിക്കുന്ന അജ്ഞാതനെ കണ്ടുപിടിപ്പിക്കുന്നതെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. പ്രോമോ കണ്ടപ്പോൾ CID അനുമോൾ എന്നൊക്കെ തോന്നിയെങ്കിലും പക്ഷേ ടാസ്ക് പൊളിച്ചത് ഷാനവാസ് ആണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ആര്യൻ്റെ അവസാനത്തെ സീക്രട്ട് ടാസ്ക് ആയിരുന്നു ഇത്. ഇതും കൂടി പൂർത്തിയാക്കിയാൽ ആര്യന് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുമായിരുന്നു. എന്തായാലും ടാസ്ക് കുളമായി എന്ന് നമ്മൾ ഓൾറെഡി പ്രോമോയിൽ കണ്ടതാണ്. ഇനി എന്ത് നടക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.